ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടന്ന് എന്ന സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ ജയബാലനും വിശാലും കൂടി പോലീസ് സ്റ്റേഷനിലോട്ട് വരികയാണ്. പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴാണ് യമുനയും കാവേരിയും കാണുന്നത്. അപ്പോൾ ജയബാലൻ ചോദിക്കും, സാറേ ഇത്രയും ഒരു ചീള് കേസിനാണോ എന്നെ എൻ്റെ മോനെ വിളിച്ചു വരുത്തിയത്? ഇത് ഫോണിലൂടെ പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർ കുറേ കള്ളക്കേസും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവരുടെ ഈ പെണ്ണിൻ്റെ അനിയത്തി, അതായത് യമുനേനെ എൻ്റെ മോൻ തട്ടിക്കൊണ്ട് പോയെന്നും എന്നിട്ട് എൻ്റെ മാർത്താണ്ഡത്തിൽ എൻ്റെ ഫാം ഹൗസിൽ കൊണ്ടുപോയി താമസിപ്പിച്ചതെന്നും പിന്നെ അവളെ ഉപദ്രവിച്ചെന്നുമൊക്കെ പറഞ്ഞ് ഇവർ ഇല്ലാത്ത കുറേ കഥകൾ പറഞ്ഞു നടക്കുകയാണ് എന്ന് പറയുകയാണ് നമ്മളൊരു ജയപാലൻ. അപ്പോൾ കാവേരി ചോദിക്കും, അതിന് സാറേ ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ, സാറ് തന്നെയല്ലേ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞത്, ഞങ്ങളാരും ഇങ്ങനെ ഒരു കഥ ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ സാറിന് അറിയാമല്ലേ വ്യക്തമായിട്ട് അവിടെ എന്തൊക്കെയാണ് ഉണ്ടായതെന്ന്. അപ്പോഴാണ് ജയബാലന് അയ്യത്തടാന്നാവുന്നത്. കാരണം ഇവർ ഇതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ കാവേരി ചോദിക്കും, പറയും, ഞാൻ എൻ്റെ അനിയത്തിക്ക് ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്, എന്നിട്ട് അവളെ ഞാൻ ചന്ദ്രനിലേക്ക് കയറ്റി വിടുകയാണ്. കാരണം നിങ്ങളുടെ മക്കളെ പോലത്തെയുള്ള ആൾക്കാരുള്ള ലോകത്ത് ഇതുപോലത്തെ പെൺകുട്ടികൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് ജയപാലനെ നാണം കെടുത്തുകയാണ്. പിന്നെ അപ്പോൾ ജയപാലൻ പറയും, പിന്നെ നീ എന്തിനാ ഇവിടെ വന്നിട്ട് ഈ കിടന്നിങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ച് ജയപാലൻ ചൂടാവുകയാണ്. അപ്പോൾ ജയപാലനോട് കാവേരി പറയും, ജയപാലൻ സാറിന് ഇവൻ പറഞ്ഞ അറിവ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തമായൊരു ധാരണ വരുത്താൻ വേണ്ടിയിട്ട് ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ ഞങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ നിവിൻ നമ്മുടെ വിശാലിൻ്റെ ഫ്രണ്ട്സായ മിലനെയും ഹർഷനെയും കൊണ്ടുവരികയാണ്. അവരെ കൊടുത്തിട്ട് അങ്ങോട്ട് തള്ളിയിടുകയാണ് എസ് ഐയുടെ മുന്നിൽ. എന്നിട്ട് പറയും, സത്യം പറഞ്ഞു കൊടുക്കടാ എന്ന് പറഞ്ഞ് നിവിൻ അങ്ങനെ ആക്രോശിക്കും. അപ്പോൾ നമ്മുടെ എസ് ഐ പറയും, അതെ നീ മിണ്ടാതിരുന്നോളുണ്ട്, കാരണം രാജേശ്വരി മേഡത്തിൻ്റെ മകനാണെന്നുള്ള ഒരൊറ്റ കൺസിഡറേഷനിലാണ് ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നത്. നല്ല കുടുംബത്തിൽ പിറന്ന ഒരു പയ്യനാണല്ലോ, അവൻ്റെ ഭാവി വെറുതെ ചീത്തയാക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നത്. ഇവിടെ കിടന്ന് അധിക പ്രസംഗം കാണിക്കാനാണെങ്കിൽ ഇടിച്ച് നിൻ്റെ എല്ലൂരും എന്ന് പറഞ്ഞ് നമ്മുടെ എസ് ഐ നിവിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ നിവിൻ നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. നിവിൻ പറയും, അങ്ങനെ നല്ല കുടുംബം ചീത്ത കുടുംബം എന്നൊന്നുമില്ല സാറേ, നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്, അത് സാറ് ഓർത്ത് വെച്ചോ എന്ന് പറഞ്ഞ് നിവിൻ തിരിച്ച് പഠിപ്പിക്കുകയാണ്. അങ്ങനെ കാവേരി ഈ മിലനോട് ഹർഷനോടും പറയും, സംഭവം എന്താ നടന്നു വെച്ചാൽ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുമെന്ന്. അപ്പം മിലനും ഹർഷനും പറയും, കാരണം വിശാൽ സ്ഥലം കൊടുക്കാം, അല്ലെങ്കിൽ സ്ഥലത്തിന് തുല്യമായ പണം കൊടുക്കാം എന്ന് പറഞ്ഞ് യമുനയെ പ്രലോഭിപ്പിച്ചിട്ടാണ് മാർത്താണ്ഡത്തോട്ട് വിളിച്ചു കൊണ്ടത്. അവിടെ വെച്ചിട്ട് അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ച് ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെ കൃത്യമായിട്ട് അവർ ഒക്കെ പറയും. അത് പറഞ്ഞത് കേട്ടതോടുകൂടി നമ്മുടെ ജയപാലൻ്റെ മുഖമാകെ പോവും. അപ്പോൾ കാവേരി പറയും, കേട്ടല്ലോ സാറേ, നിങ്ങളുടെ മകൻ ചെയ്ത കൊള്ളരുതായ മകൾ, നിങ്ങൾക്കൊരു മകളുള്ളതല്ലേ എന്ന് പറഞ്ഞ്, അപ്പോൾ നല്ല വ്യക്തമായിട്ട് കേൾക്കുന്നതും ഓർത്തു വയ്ക്കുന്നതും നല്ലതാ എന്ന് പറഞ്ഞ് കാവേരി നല്ല കണക്കിന് കൊടുക്കുകയാണ്. അപ്പോൾ ജയപാലൻ പറയുകയാണ്, ജയപാലൻ എസ് ഐയോട് ചോദിക്കും, എന്താണ് പ്രശ്നം, ഇനിയിപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ എസ് ഐ പറയും, സാറേ ഇവളെങ്ങാനും മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കേസ് എൻ്റെ കയ്യിൽ നിൽക്കില്ല, സാറിൻ്റെ കയ്യിൽ നിൽക്കില്ല, ഇവൻ സ്ത്രീ പീഡനത്തിനകത്തും ആവും, ഞാൻ ഈ കേസ് തേച്ച് മായ്ച്ച് കളയാൻ പറഞ്ഞിട്ട് എൻ്റെ പണിയും പോവും, അപ്പോൾ അതുകൊണ്ട് ഇത് സോൾവ് ചെയ്യുന്നതാണ് സാറേ നല്ലത് എന്ന് പറയുകയാണ്. അപ്പോൾ ജയപാലൻ പറയുന്നത്, എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, എൻ്റെ മോൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ചെയ്യുന്നത്. അപ്പോൾ കാവേരി പറയും, എന്താ ചെയ്തരൊന്നും വേണ്ട, എനിക്ക് നിങ്ങൾ വിനീതേട്ടൻ്റെ പേരിൽ കൊടുത്തിരിക്കുന്ന കള്ളപ്പരാതി പിൻവലിച്ചാൽ മാത്രം മതി, അത് മാത്രമേ എൻ്റെ ആവശ്യമുള്ളൂ, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ അതൊക്കെ ഞാൻ കണക്ക് പറഞ്ഞ് ചോദിച്ചോളാം എന്ന് പറയുകയാണ്. അപ്പോൾ ജയപാലൻ പിന്നെ അതിന് തയ്യാറാണ്, കാരണം ഇല്ലെങ്കിൽ ജയപാലൻ്റെ മോൻ്റെ ഭാവി അവിടെ തീരും. അപ്പോൾ ജയപാലൻ ശരി എന്ന് പറഞ്ഞ് പരാതി പിൻവലിക്കാൻ ഒപ്പിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പരാതി പിൻവലിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വിനീത് പറയും, ഒന്നും കൂടി ഓർത്ത് വെച്ചേക്ക്, ഇനി ഈ വക നമ്പറും കൊണ്ട് യമുനയുടെ പിന്നാലെ വരണ്ട എന്ന് പറഞ്ഞ് വിശാലിനെ താക്കീത് ചെയ്യണം. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിനീത് കുറച്ച് നേരത്തെ ഒരു പുള്ളീനായിട്ട് ഒരു ക്രിമിനലിനായിട്ട് സംസാരിച്ചിരുന്നല്ലോ, അയാളോടൊക്കെ യാത്ര പറഞ്ഞിട്ടാണ് വിനീത് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വിനീത് ചോദിക്കും, കാവേരി ഇനി നമ്മൾ വീട്ടിലോട്ടല്ലേ പോകുന്നത്, വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. അപ്പോൾ കാവേരി പറയും, പിന്നല്ലാണ്ട് അവിടെ ഒരാൾ കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് കാത്തിരിക്കുന്നുണ്ട്, ടെൻഷൻ അടിച്ചിട്ട്, ഇന്നലെ ആൾ ഉറങ്ങിയിട്ടെന്നില്ല, അവിടേക്ക് പോകാമെന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞ് അപ്പോഴാണ് നമ്മുടെ ജയപാലനും വിശാലും ഈ പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ യമുന പറയും, ചേച്ചി എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിശാലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ വിശാലിൻ്റെ അടുത്ത് പോയപ്പോൾ വിശാലിന് അവളെ ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട്, കാരണം അവളുടെ അടുത്ത് പ്രേമം അഭിനയിച്ചിട്ടൊക്കെയാണല്ലോ ഇവൻ ഇത്രയും കൊള്ളരുതായ്മകൾ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ വിശാലിൻ്റെ അടുത്ത് പോയിട്ട് യമുന ചോദിക്കും, വിശാൽ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. വേറൊന്നുമല്ല, ഒരു തവണയെങ്കിലും നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ് എനിക്കറിയേണ്ടത്. കാരണം ഞാൻ നിനക്ക് തന്ന സ്നേഹം അത് വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു. പക്ഷെ നീ എന്നെ ഇങ്ങനെ ചതിക്കാനാണെന്ന് എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഒരു മണ്ടിയാണ് ഈ കാര്യത്തിൽ എന്ന് പറയുകയാണ് യമുന. എന്നിട്ട് ചോദിക്കും, എനിക്ക് ഒരു കാര്യം കൂടി അവസാനമായിട്ട് ചോദിക്കണം. നീ എന്നെ ഒരിക്കലെങ്കിലും ഒരു നിമിഷമെങ്കിലും ആത്മാർത്ഥമായിട്ട് എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ വിശാലിന് പറയാനൊരു ഉത്തരമില്ല. അങ്ങനെ വിശാൽ നാണം കെട്ട് തല താത്തി നിൽക്കുമ്പോൾ യമുന അവൻ്റെ കരണക്കുറ്റി നോക്കിയിട്ട് ഒരൊറ്റ പടപടയ്ക്കും. അങ്ങനെ അവൻ്റെ കണ്ണിന്നും മൂക്കുന്നൊക്കെ പൊന്നീച്ച പാറണൊരടി, നല്ലൊരടി. അപ്പോൾ ജയപാലനും ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. മോനടി കിട്ടിയതിന് നല്ല വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, സ്ത്രീകളുടെ വാക്കിനാണല്ലോ അവിടെ മുൻഗണന. അപ്പോൾ ആ ഒരടി കൊണ്ട് ഒതുങ്ങി എന്ന് വിചാരിച്ച് ജയപാലനൊന്നും മിണ്ടില്ല. അപ്പോൾ കാവേരി പറയും, നന്നായി മോളെ, നീ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ട് കാവേരി അവിടെയും കൂട്ടിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ നിലമോൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിലമോൾ സന്തോഷത്തിൽ പറയും, ദേ അമ്മേ, വിനീതേട്ടൻ വന്നുട്ടാ എന്ന് പറഞ്ഞ് നിലമോൾ അകത്തോട്ട് ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ രാധമ്മയും ശാരദയും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഗംഗയെ അവിടെ കാണുന്നില്ല. രാധമ്മയും ശാരദയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ, അതെയോ മോൻ വന്നോ, വിനീത് വന്നോ എന്ന് ചോദിച്ചിട്ട് അവർ പെട്ടെന്ന് തന്നെ അവർ അവിടെ ഇരിക്കുമായിരുന്നു, എണീറ്റ് നിൽക്കുകയാണ്. അപ്പോൾ സന്തോഷത്തിൽ ഇവനെ കണ്ടപാടെ രാധമ്മ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയും, മോനെ, നീ ജയിലിൽ കിടന്നിട്ട് വരല്ലേ, എന്താ നിന്നെ അവർ ഉപദ്രവിച്ചോടോ എന്നൊക്കെ. അപ്പോൾ കാവേരി പറയും, രാധമ്മ ജയിലല്ല, ലോക്കപ്പിലാണ് കിടന്നത്. അപ്പോൾ രാധമ്മ പറയാണ്, എന്തായാലും ഇരുമ്പഴിയല്ലേ, എൻ്റെ മോനെ അവരെന്തെങ്കിലും കാണിച്ചോ, നിൻ്റെ കൈയും കാലൊക്കെ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അവിടെയും ശരീരത്തിലൊക്കെ ഒന്ന് തടവി നോക്കും. കാരണം അവരെന്തെങ്കിലും ചെയ്തോന്നറിയാം. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ എന്താണ്, എവിടെ ഗംഗ എവിടെയെന്ന് ചോദിക്കും. അപ്പോഴത് ഗംഗ ഒരു വാതിൽ തുറന്നിങ്ങനെ വരുന്നത് കാണാം റൂമിൽ നിന്ന്. അപ്പോൾ ഗംഗയ്ക്ക് നമ്മുടെ വിനീതിനെ കണ്ടപ്പോൾ സന്തോഷവും സങ്കടവും എല്ലാം കൂടി അവളുടെ മുഖത്തത് കാണുന്നുണ്ട്. അവൾക്കത് ഈ സംഭവിക്കുന്നത് ശരിക്കും യാഥാർത്ഥ്യമാണോ അതോ ഒരു തോന്നലാണോ എന്നുള്ള ചിന്തയിലാണ് ഗംഗ നിൽക്കുന്നത്. അങ്ങനെ ഗംഗ വിനീതിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കും. കുറേ നേരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് നോക്കും. മറ്റുള്ളവർക്കൊക്കെ നല്ല സന്തോഷമാവുന്നുണ്ട്, കാരണം ഇവർ തമ്മിൽ ഇത്രയും അടുപ്പത്തിലായല്ലോ. അപ്പോൾ ഗംഗ ചോദിക്കും, അല്ല വിനീതേട്ടൻ, ഞാനീ കാണുന്നത് സത്യം തന്നെയല്ലേ, യാഥാർത്ഥ്യം തന്നെയല്ലേ, എൻ്റെ തോന്നലൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഗംഗ. അപ്പോൾ കാവേരി പറയും, ചേച്ചി ഇത് യാഥാർത്ഥ്യം തന്നെയാണ്, ഇതേ വിനീതേട്ടൻ ഇതാ നിൽക്കുന്നു, ചേച്ചിയുടെ മുന്നിൽ ഇതാ നിൽക്കുന്നു, ചേച്ചിയുടെ വിഷമമൊക്കെ മാറിയില്ലേ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ശാരദ പറയും, മോളെ, ദേ അവനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, നീ പോയിട്ടൊരു ചായ എടുത്ത് കൊണ്ടുപോവാ എന്ന് പറയണം. അങ്ങനെ ഗംഗ പോയിട്ട് ചായ എടുത്ത് കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോൾ അവൾ വിനീതിൻ്റെ മുഖത്തോട്ട് നോക്കി നടന്നിട്ട് അവസാനം അവളുടെ കയ്യിലുള്ള ചായക്കപ്പ് നിലത്ത് വീഴും. ആ നിലത്ത് വീണ് അത് പൊട്ടും. ആ പൊട്ടുമ്പോൾ ഗംഗ തന്നെയാണ് ആ ചില്ലുകൾ എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ വിനീത് ഓടിച്ചെന്ന് പോയിട്ട് ചില്ല്, അവളുടെ കാലിൻ്റെ പിന്നിലൊരു ചില്ല് വീണെടുക്കണ്ടായിരുന്നു, അതെടുത്ത് കൊടുക്കും. എന്നിട്ട് പറയും, കണ്ടോ, ഇപ്പോൾ ശ്രദ്ധയില്ലായിരുന്നെങ്കിൽ ആ കാലും അത് കുത്തിയിരുന്നില്ലേ, ഇവൾക്കൊരു ശ്രദ്ധയില്ല എന്ന് പറഞ്ഞ് അത് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഇവർ പരസ്പരം കണ്ണുകൊണ്ടുള്ള പ്രണയമാണ് കേട്ടോ. അപ്പോൾ ശാരദയും രാധമ്മയും എല്ലാവരും നോക്കി ചിരിക്കുകയാണ്, കാരണം അവരത്രയും ഒരു അടുപ്പത്തിലായി എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ പുഴയും കടന്നെന്ന സീരിയലിലെ എപ്പിസോഡ്. ഇനി നാളത്തെ എപ്പിസോഡിൽ എന്താണെന്ന് വെച്ചാൽ രാഗിണി വരുന്നുണ്ട്. രാഗിണിയുടെ എൻട്രിയാണ്. പിന്നെ രാഗിണിയും നമ്മുടെ കാവേരിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ നിവിൻ്റെ അച്ഛനും ബിസിനസ്സൊക്കെ തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് രാജേശ്വരിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. പുതിയ 2 ക്യാരക്ടേഴ്സും കൂടി നാളെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ്. കൂടുതൽ നേരത്തെ ഇത് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.